അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ലിസ്റ്റ്, അതായത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയും. എന്താണ് ഡെഫിനിഷൻ ലിസ്റ്റ്? അതായത് നമുക്ക് ഓരോ ടേമിനെ സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത്? അതിനും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാഗുകളുണ്ട്. അപ്പോൾ ആ ടാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിവിടെ കാണാം സാധാരണ ഹെഡ്, ടൈറ്റിൽ, അതേമാതിരി ബോഡി, ഇതെല്ലാം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് ഡി എൽ എന്ന ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഡി ടി എന്ന് പറഞ്ഞാൽ ഏത് ടേമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അതാണ് ഡി ടി എന്ന് പറയുന്നത്. പിന്നെ ഡി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ, നമ്മൾ എന്താണ് കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പാം ആണ് എൻ്റെ ടേം, അതിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ കൊടുക്കുന്നു. സ്പാം എന്താണ്? സ്പാം ഈസ് അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ടു ദ പീപ്പിൾ. ഞാനത് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഡി എന്ന ടാഗ് ക്ലോസ് ചെയ്തു. പിന്നെ ഞാനിവിടെ DL എന്ന ടാഗ് ക്ലോസ് ചെയ്തിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇതുപോലെ എനിക്ക് എത്ര ടേംസിനെ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാം. ഞാനപ്പോൾ എത്ര ടേംസിനെ ഡിഫൈൻ ചെയ്യുന്നു അതനുസരിച്ച് എനിക്ക് ഓരോ തവണയും ഇതുപോലെ ടാഗ് കൊടുത്താൽ മതി. അപ്പം ഞാൻ അതനുസരിച്ച് എനിക്ക് ആ ടേംസിനെ എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ടേംസിനെ നമ്മുടെ ഈ ഡെഫിനിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. ഓൾറെഡി നമ്മൾ സ്പാമിനെ ഉൾപ്പെടുത്തിയിരുന്നു. ഞാൻ എന്നിട്ട് സ്പാമിൻ്റെ കൂടെ ഹാക്കിംഗ് എന്ന് പറയുന്ന വേറൊരു ടേമിനെ ഉൾപ്പെടുത്തി. അപ്പോൾ നമുക്ക് എത്ര ടേംസ് വേണമെങ്കിലും DT എന്ന ടാഗ് വെച്ചിട്ട് ആ ടേമിനെ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് DT ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ഡാറ്റ ഡെഫിനിഷൻ എന്ന ടേം എടുത്തിട്ട് അതിലാണ് നമ്മൾ ആ ഡെഫിനിഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ DDനെ ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DL ക്ലോസ് ചെയ്യുക, ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വെബ് പേജിനകത്ത് എത്രയൊക്കെ ടേംസിന് നമുക്ക് വേണോ അതനുസരിച്ച് അതിൻ്റെ ആ ടേം കൊടുത്തിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഡെഫിനിഷൻസ് വേണമെങ്കിലും ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്താം. അത് കാണുമ്പോൾ തന്നെ നമുക്കപ്പോൾ ആ പേജ് കുറച്ചും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ 3 ലിസ്റ്റ് നമ്മൾ പഠിച്ചു: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്.